വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാൻ അറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ഹലോ ഗ്രേസി ആൻറ്റി. ഉണ്ട്, വരാം. ജോർജ്, ഒരു ചെറിയ ബെഡ്റൂമും ഒരു ചെറിയ കിച്ചൺ, പിന്നെ ഒരു ചെറിയ റൂം, ഇത്ര മതി. ഞാനും എന്റെ ഭാര്യയും മോളും മാത്രമുള്ളൂ. ഇതിലും കൂടുതൽ എങ്ങോട്ട് ഇറങ്ങി ചിന്തിക്കാനാണ്? ഇയാളിഞ്ഞ് വലിയ പിച്ചക്കാരൻ വലിയ വേണം. അത് പറയാനാ ഞാൻ വന്നത്. എന്താ സാറേ? എടോ, അതൊരു വീടാണോ? അതെന്താ സാറേ? ആഹാ, തനിക്ക് ആ വീട് കാണിച്ചു തന്ന് തന്റെ കമ്മീഷൻ മേടിച്ചൊക്കെ പോയാ പോരെ, പിന്നെ വേറൊന്നും അറിയണ്ടല്ലോ. അപ്പോ വീട്ടുടമയോട് പറയാതെയാണോ വീട് നോക്കാൻ എന്നെ വിളിച്ചു വരുത്തിയത്? അങ്ങനെയല്ല. അല്ല, തോമസിനെ ഞാൻ ഇന്ന് കണ്ടല്ലോ. ആ മൊബൈൽ ഷോപ്പിന്റെ മുന്നിൽ വെച്ചില്ല തോമസിനെ കണ്ടത്. അപ്പൊ തോമസിന്റെ മൊബൈൽ കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും. അതാണ് തോമസിനെ വിളിച്ചിട്ട് കിട്ടാത്തത്. എവിടെ നീ കണ്ടത്? അത് തോമസ് അല്ല, ആ തോമസിനെ പോയിരിക്കുന്ന ആ ജൂൾസന്റെ അനിയൻ ഫ്രെഡിനെ ഞാൻ കണ്ടത്. തരാവോന്നാ. എന്റെ സാറേ, അതല്ലേ നമ്മുടെ ജോലി. എന്താ സാറിന്റെ പേര്? വാടക എത്ര വരെ ആകാം? അപ്പൊ സാർ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതിട്ടാ. ശരി. ആ തോമസേ, എന്തൊക്കെയാണ്? ഇതൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സാണ്. ഒരു മിനിറ്റ് വന്ന്. ശരി എന്നാ. ഓക്കെ. അതെ, വെൽബോ ജംഗ്ഷനിൽ നിങ്ങളുടെ വാടകക്കാരൻ പോയല്ലേ? കഴിഞ്ഞ ആഴ്ച. ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല. 2 ദിവസമായിട്ട് ഞാൻ 1-2 തവണ അതിലെ കൂടി പോകേണ്ടി വന്നു. രാത്രി ആകുമ്പോൾ ലൈറ്റും ഇല്ല, അതുകൊണ്ട് ചോദിച്ചാണ്. എന്നിട്ട് പിന്നെ നമ്മളോടൊക്കെ പറയാൻ എന്താണ്? അത് നമ്മൾ തമ്മിൽ അടുത്തെങ്ങും കണ്ടില്ലല്ലോ, അതാ. എന്റെ പറ്റിയ പാർട്ടി ആരെങ്കിലും ഉണ്ടോ? പിന്നില്ലാതെ, പറഞ്ഞാലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ ആ ജോയിയോട് പറഞ്ഞിരുന്നു. ഇനി അവനാരെങ്കിലും ശരിയാക്കിയിട്ടുണ്ടെന്നറിയില്ല. എന്റെ ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ടേ ആര് വിളിച്ചാലും കിട്ടില്ല. അത് പറയ്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? എന്നിട്ട് ഫോൺ ശരിയായി കിട്ടിയാ? അത് നാളെ കിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഇതുവഴി പോയപ്പോ ആ മൊബൈൽ ഷോപ്പിന്റെ മുന്നിൽ തോമസ് നിൽക്കണ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ധൃതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി. അല്ല, ആരെങ്കിലും ഉണ്ടെന്ന് നീ പറഞ്ഞു? ഇന്നിപ്പോ എന്താ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് ലീവാണോ? അതെ. എങ്കിൽ ഒരു പാർട്ടി ഉണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ നീ വിളിക്ക്. ഹലോ. ഹലോ. ഹലോ സാറേ, ഇത് ഞാനാ ജോർജ്. ഏത് ജോർജ്? വീടിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇപ്പൊ ഇവിടുന്ന് പോയ ആള്? അതെ അതെ. ജോർജ് എന്ന പേരല്ലേ? എന്താ ജോർജ്, റെഡിയാണോ? റെഡിയാണ്. സാറ് വന്നൊന്ന് കണ്ടു നോക്ക്. അപ്പോ ഞാൻ അവിടെ വരണം? ബെൽബോ ജംഗ്ഷനില്ലേ, അവിടെ ഒരു ഗാന്ധിയുടെ പ്രതിമയുണ്ട്. എനിക്കറിയാം. ആ പ്രതിമയുടെ അടുത്ത് വന്നിട്ട് മാരുതി ലൈൻ ചോദിച്ചാൽ മതി. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ഈ മാരുതി ലൈനാണ് ഈ പറഞ്ഞ വീട്. ആയിക്കോട്ടെ. ഞാനേ ഹൗസ് ഓണറും കൂട്ടി അങ്ങോട്ട് വരാം. ശരി. ശരി സാറേ. പേപ്പറും പേനയൊക്കെ എടുക്ക് ഭയങ്കര കണക്കൂട്ടിലാണല്ലേ? ഇത് വേറൊരു കാര്യമുണ്ട്. മറ്റേത് റെഡിയാണ്ടാ. നീ ആള് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോടാ. ഈ പറഞ്ഞ സമയം കൊണ്ട് ആളെ ഉണ്ടാക്കി കളഞ്ഞല്ല. ഒന്നും വെച്ച് താമസിക്കുന്ന പരിപാടി എനിക്കില്ല. എല്ലാം വെടിയും തീയും പടക്കം പോലെ ചടപടാന്നായിരിക്കണം. എങ്കിൽ നമുക്ക് പോവാം. ഞാനേ ഈ മൊബൈല് ശരിയാക്കാൻ വന്നതുകൊണ്ട് വണ്ടി എടുത്തില്ല, നടന്നാ വന്നത്. കീ വീട്ടിലാണ്. അതിനെന്താണ്, നമുക്ക് പോണ വഴിക്ക് വീട്ടിൽ കയറി കീ എടുത്തിട്ട് പോവാം. എന്താ? ശരി, എന്നാ അങ്ങനെയാകാം. അല്ല, പാർട്ടി അവിടെ വരുമല്ലോ അല്ലേ? പാർട്ടി 15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും.
അപ്പൊ ഇവിടുത്തുകാരനാണ്? ഏയ് പുള്ളി കുറച്ച് ദൂരെയാ. ഇപ്പൊ ഇവിടെ അടുത്ത് എന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണ്. ആ, അതേതായാലും ഭാഗ്യമല്ലേ. അതെ, അതുകൊണ്ടല്ലേ കാര്യങ്ങൾ ഇവിടം വരെ എത്തിയത്. ഒരു കണക്കിന് എല്ലാം ഭാഗ്യമല്ലേ. ആ പിന്നെ നമ്മള് കൈകാര്യം ചെയ്യണ പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങള്. പൊന്നു, ഇവനെന്താണ് ഇപ്പൊ വിളിക്കണം? വേണ്ട, എടുക്കണ്ട. ആ, എന്തു പറ്റില്ല? ഒന്നുമില്ല, വെറുതെ മനുഷ്യനെ മെനക്കെടുത്തനാട്ടി ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. വാ നമുക്ക് പോവാം. ജോർജ്, ആ. ഒരിക്കലും നമ്മള് മനഃപൂർവ്വം ഒരു കോളും എടുക്കാതിരിക്കരുത്. ചിലപ്പോ പിന്നീട് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ദേ പിന്നെ അടിക്കുന്നു, എടു. ദേ കണ്ട, കട്ടായി. ഒരു കാര്യമില്ലെന്ന്, വെറുതെയാണ്. ഈ കോളൊക്കെ എടുത്താ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും അങ്ങോട്ട്. വാ പോവാ. ആ പോയേക്കാം. അല്ലടാ, ഹെൽമെറ്റ് ഇല്ലല്ലോ. ആ ഹെൽമെറ്റ് ഒന്നും വേണ്ട, നമ്മ ഈ ഇടവഴി കൂടിയല്ലേ പോണത്. നിസ്സാര കേസല്ലേ. സ്റ്റാർട്ടാണല്ലേ. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 9-ാം വാക്യം. ആ, ഇവിടെ 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 ഇവിടെ. ഞാൻ പോയിട്ട് കീ എടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നീ ആ ഫോൺ ഇട്. എത്ര നേരോടെ വിളിക്കണത്? ആരടത്? ഓ, ഇതാ ജോയ് തന്നെയല്ല. ഇവനെന്തിനാണ് പിന്നെ വിളിക്കണത്? ഇനി ഈ ഇടപാട് അവരെങ്ങാനും അറിഞ്ഞ ഈശ്വര, ഇതൊന്ന് പെട്ടെന്ന് നടന്നാ മതിയായിരുന്നു. ഇയാളിത് എവിടെ പോയി കിടക്കുകയാണ്? ആ വരണണ്ടല്ലേ. ആ എടാ പോടാ. ആരായിരുന്നടാ ഫോണില്? ഈ പണിയെന്ന് പറഞ്ഞാ പണിയാണ്. ഫോൺ നിലത്തൊക്കെ സമയം കിട്ടൂലെന്ന്. വാ കയറി പോവാ. എന്ത് വണ്ടിയാണ്? എന്ത് വണ്ടിയാണ്? ഓ, രക്ഷപ്പെട്ടു. എടാ, ആൾക്ക് ഇങ്ങോട്ടുള്ള വഴി മനസ്സിലായിട്ടുണ്ടാ? അതൊക്കെ കൃത്യമായിട്ട് എത്തിക്കോളൂ. ആ. അത്ര കറക്റ്റായിട്ട് ഞാൻ വഴി പറഞ്ഞു കൊടുത്തേക്കണം. ആ നോക്ക്, ഞാൻ പറഞ്ഞില്ല ആള് കറക്റ്റായിട്ട് എത്തുന്നു. ചേട്ടാ ഇങ്ങടെ വാ, ഇവിടെ. ഏയ്, നമ്മളെ കണ്ടില്ലേ? ചേട്ടാ ഇങ്ങടെ വാ, ഇങ്ങടെ വാ. ആ ആ ആ, ഞാൻ താമസിച്ചില്ലല്ലോ. ഹേയ്, കൃത്യ ടൈമാണ്. ആ, അതെ. ദേ ഇത് തോമസ്, ഹൗസ് ഓണർ. ദേ ഇതാണ് വീട്. ആ, ഞാൻ സാമൂല്. ഓ, വാ അകത്തേക്ക് വാ. നമുക്ക് ഉള്ളിൽ കയറി കണ്ടിട്ടേ ഓ, ബാക്കിലൊക്കെ കാണാം. വാ. ഓ, എന്റെ ഫോൺ റിങ് ചെയ്യണ്ടല്ല. ഓ, വാ അകത്തേക്ക് വാ. ദേ വെറുതെ ഇവിടെ സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് അകത്തോട്ട് പോകാം. വാ. ജോർജിന് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. അത് നല്ല കാര്യ. അല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ, കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞ. ആ, ആരാടാ ജോർജ് ഇത്? വല്ല അത്യാവശ്യക്കാരുമായിരിക്കും കേട്ടാ. ഏയ്, ഒരു അത്യാവശ്യമില്ലെന്നേ. മിനിഞ്ഞാന്ന പറഞ്ഞ കാര്യത്തിന് വിളിക്കണ ഇപ്പോഴാണെന്നേ. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ തെറ്റിച്ച ഞാൻ എന്നെ തന്നെ വഴക്ക് പറഞ്ഞ പാർട്ടിയാണ്. ആ എൻ്റെ അടുത്താ. നേരെ വാ, നേരെ പോ.
അതാണ് നമ്മുടെ ലൈറ്റ്. ഈശ്വര, ഇത് അവനെങ്ങാനും ആണോ? ഫോണൊക്കെ പിന്നെ എടുക്കാന്ന്, ആദ്യം വീട് കാണും. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. സങ്കീർത്തനങ്ങൾ 101 അധ്യായം 7 വാക്യം. ഇത് വീട്ടിൽ നിന്നാ. ആ അയ്യോ, എന്നെടുക്ക്. ആ ഹലോ. ഇല്ല, പോന്നിട്ടില്ല. ഞാൻ കണ്ടിട്ട് വിളിക്കാം. ആ എന്താ എന്ന് ചോദിക്കുക ഭാര്യ. ബാബാ വാങ്ങട് പോ. ചേട്ടനിത് ഇഷ്ടപ്പെട്ടെങ്കിലുണ്ടല്ലോ, മെയിൻ്റനൻസ് വർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ശരിയാക്കി തരാം. ദേ, അത് ന്യായം. അല്ലാതെ എല്ലാം വൃത്തിയാക്കിയിട്ട് മറ്റാരും വന്നില്ലെങ്കിൽ അത് കിടന്നും വെറുതെ മോശമായി പോവില്ലേ? ആ ഹലോ, പറയടാ. എപ്പോ? ഏതാശുപത്രിയില? ആ ശരി ശരി, ഞാൻ ഉടനെ എത്താം. അതെ സാറേ, എന്താണെങ്കിലും നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചു. എന്താടാ ജോർജ്, എന്തു പറ്റി? അതെന്റെ ഭാര്യക്കും മോക്കും എന്തോ ആക്സിഡന്റ് ആയിരുന്നു. എന്റെ കൂട്ടുകാരനെ ഇപ്പൊ വിളിച്ചത്. ഞാൻ നിങ്ങളെ പിന്നെ വിളിച്ചോളാം. അല്ലടാ, ഈ ഏതാശുപത്രിയില? സിറ്റി ഹോസ്പിറ്റലിൽ. ആ ജോർജ്, എല്ലാം ഞാൻ തോമസ് ആയിട്ട് പറഞ്ഞിട്ട് വിളിക്കാട്ടോ. ആ ശരി ശരി. ആ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 3-4 വാക്യങ്ങൾ. ആ വീട് എനിക്കിഷ്ടായി. പക്ഷേ വാടകയുടെ കാര്യം എങ്ങനെയാ? അല്ല, അത് ജോർജ് പറഞ്ഞില്ലല്ലേ? ആ അതിനുള്ള സമയം അവന് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാ ഞാൻ ഇന്ന പുള്ളിയെ പരിചയപ്പെടുന്നത്. ഈ ഭാഗത്ത് എവിടെയോ വേറൊരു ബ്രോക്കർ ഉണ്ടല്ലോ, ഒരു ജോയി. ആ എനിക്കറിയാം, ജോയി. ജോയി ഒരു വീടുണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഇവിടെ വരുന്നത്. പക്ഷെ ഞാനിന്ന് വരുന്ന കാര്യം അവൻ ഹൗസ് ഓണറോട് പറഞ്ഞിരുന്നില്ല. ഇപ്പൊ ഹൗസ് ഓണറെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ജോയി എന്ന് പറയുമ്പോ അതെ, ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ആ കുരിശുപള്ളിയുടെ അടുത്ത് എവിടെയോ വീടെന്ന് തോന്നുന്നു. ആ ജോയിയാണ് ഈ വീടിന് വേണ്ടി ആരെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഏൽപ്പിച്ചു. ജോയി എന്റെ മുമ്പിൽ വെച്ചാണ് തോമസിനെ വിളിച്ചത്. പക്ഷെ കിട്ടിയില്ല. ഈ എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നല്ലോ, അത് ശരിയാക്കി നാളെ കിട്ടുള്ളേ. ആ അത് പറ. ഞാനേ ഒന്നുകൂടെ ജോയി വിളിച്ചു നോക്കട്ടെ. ആ അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മാർക്കോസ് 11 അധ്യായം 24 വാക്യം. എക്സ്റേയിൽ കുഴപ്പമില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ഭാഗ്യായി. ഇനിയും റെസ്റ്റ് എടുത്താൽ മതി. സൂക്ഷിച്ചിറങ്ങിട്ടാ. വലിയ ഉപകാരം ചോദിച്ചേട്ടാ. കാല് വേദനിക്കുന്നുണ്ടോ? ഏയ് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
എങ്കിൽ ശരി, പോട്ടെ മോളെ. ബൈ അങ്കിൾ. എൻ്റെ വണ്ടി ആക്സിഡന്റ് പറ്റിയെടുത്തിരിക്കുകയാണ്. ഓ, വളരെ ഉപകാരം ചേട്ടാ. ആ ശരി. ആ ഹലോ മോളി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നോണ്ടിരിക്കുക. എന്തിന്? അപ്പൊ അലക്സ് എന്നെ വിളിച്ചിട്ട് നിനക്ക് മോക്കും ആക്സിഡന്റ് ആയിട്ട് സിറ്റി ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. അത് ശരിയാ. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരണ്ടേ? വരണ്ട. മനുഷ്യനെ വെറുതെ പ്രാന്ത് കയറ്റെടുത്തിട്ടാ. എന്റെ ചേട്ടാ, ആക്സിഡന്റ് പറ്റി, അത് ശരിയാ. ഞങ്ങൾ ഹോസ്പിറ്റലും പോയി, വീട്ടിലും എത്തി. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആ വിവരം പറയാൻ ജോർജന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ ചേട്ടൻ എടുത്തോ? അതെടുക്കാത്തതുകൊണ്ടാ ആശുപത്രിയിൽ വെച്ച് കണ്ട അലക്സിന്റെ ഫോണിൽ നിന്ന് വിളിച്ചത്. ജോയിയോ? ആ, എന്റെ കാലിലൊരു ഓട്ടോ കയറി. ഓട്ടോ നിർത്താതെ പോയി. കാലുവേദന കൊണ്ട് ഞാൻ നിലത്തിരുന്നു പോയി. എന്നിട്ട് അപ്പൊ അതുവഴി വന്ന ജോയിച്ചേട്ടനാ എന്നെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുകയും ചെയ്തത്. ഇതൊന്ന് പറയാനാ. ആ അലക്സിന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോഴെങ്കിലും ചേട്ടനൊന്നും എടുക്കായിരുന്നില്ലേ? ഇതങ്ങനെയാ, കേട്ട പാതി കേൾക്കാത്ത പാതി ഹോസ്പിറ്റലിലേക്ക് വരികയാണെന്ന് പറഞ്ഞു പോന്നു. ഇനി പ്രത്യേകിച്ച് അത്യാവശ്യമായി വീട്ടിലോട്ട് വരണ്ട എന്ന് പറയാനാണ് ഇപ്പൊ വിളിച്ചത്. ഓ, ഇതൊന്ന് പറയാനായിട്ട് മനുഷ്യനെ കൊണ്ട് സമ്മതിക്കണ്ടേ? ആ ജോർജ്, നീ ഇതെവിടെയായിരുന്നു? എൻ്റെ ഫോണിൽ നിന്ന് നിൻ്റെ ഭാര്യ 2 വട്ടം വിളിച്ചിട്ട് നീ എടുത്തില്ലല്ലോ. അവർ ഫോൺ എടുക്കാൻ മറന്നുപോയിരുന്നു. അതാ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചത്. എന്നെ ഭാര്യ വിളിച്ചിരുന്നു, എല്ലാം പറഞ്ഞു. നന്ദിയുണ്ടോ ജോയി? അതിപ്പോ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നാ നീയും ചെയ്യില്ലേ? അതെ, സംസാരിച്ചേക്കാൻ നേരമില്ല. ആ തോമസ് എന്നെ വിളിച്ചിരുന്നു. അത്ഭുതം അതല്ല, കൂടെ ആ സാമുവൽ സാറുണ്ടെന്ന്. അവർ തമ്മിൽ കരാർ ഉറപ്പിച്ചു. ഇവരെ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെന്നാവോ? മുമ്പ് പരിചയമുള്ളവരാണോ ആവോ? എന്താണെങ്കിലും ദൈവം തീരുമാനിച്ചേ നടക്കൂ. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. പ്രഭാഷകൻ 6-ാം അധ്യായം 15-ാം വാക്യം. എങ്കിൽ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ ജോർജെ. എടാ ജോയി, ഒരു ഹലോ സാറേ. ആ ജോർജ്, ഭാര്യയ്ക്കും കുട്ടിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാറേ. ജോർജ്, വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കാര്യമുണ്ട്. ഞാൻ ദേ തോമസിന്റെ കൊടുക്കാം. ജോർജ്, ഞാനടാ തോമസ്. എടാ, ഈ സാമൂലിയേട്ടൻ എൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയയിൽ വന്നത്, ആ ജോയി വഴിയായിട്ടേ. പക്ഷേ എൻ്റെ ഫോൺ കേടായതുകൊണ്ടേ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പുള്ളി തിരിച്ചു പോകാൻ പോകുമ്പോഴാണ് നിന്നെ പരിചയപ്പെട്ടത്. അല്ല,
കുറച്ചു മുമ്പ് ഞാൻ ജോയിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇങ്ങോട്ട് വരും. തോമസേ, അത് നിങ്ങൾ ജോയിയായിട്ട് ഡീൽ ചെയ്താൽ മതി. എടാ, നീ വഴക്കൊന്നും വിചാരിക്കണ്ട. എനിക്ക് വഴക്കൊന്നുമില്ല. എടാ, നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ടതല്ലേ, പക്ഷേ ജോയി ഇതിനു വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയതല്ലേ. ബാക്കി നിങ്ങൾ തമ്മിൽ തീരുമാനിക്കും. ഞാൻ ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശരിയാണ്. എന്തടാ, എന്തു പറ്റി? ഞാനാ സാമുൽ സാറിനെയും തോമസിനെയും തമ്മിൽ പരിചയപ്പെടുത്തിയത്. അല്ല, നമ്മൾ തമ്മിൽ കണ്ടപ്പോ സാമുൽ സാറിനെ അറിയില്ല എന്നല്ലേ നീ പറഞ്ഞത്? നീ ക്ഷമിക്കടാ. നമ്മൾ തമ്മിലുള്ള ആ കാഴ്ച ഇപ്പതേ നിന്നോട് ക്ഷമ പറയുന്നവരെ എത്തിച്ചത്. നീ പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ ഈ സാമുവലിനെയും തോമസിനെയും പരിചയപ്പെടുത്തി ആ കമ്മീഷൻ അടിച്ചെടുക്കാനാ ഞാൻ ഈ കുബുദ്ധി കാണിച്ചത്. പക്ഷേ നീ ആ സമയത്ത് എൻ്റെ ഭാര്യയും മോളെയും ആശുപത്രി കൊണ്ടുപോയി എനിക്ക് രക്ഷകനായി. നിന്നെ ചതിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാ അത്. നീ ചെല്ലി, അവർ നിന്നെ വെയിറ്റ് ചെയ്യുക. ഹലോ സാറേ, ഞാൻ ദേ എത്തി സാറേ. അവനെൻ്റെ കൂടെയുണ്ട്. അതെ, ശരി സാറേ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ച നിന്റെ ബ്രില്യൻസ് ഉണ്ടല്ലോ, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാം മറന്നേക്ക് നീ. ഇനി മുതൽ ആ ബ്രില്യൻസിൽ നിന്ന് കുബുദ്ധി എടുത്തു കളഞ്ഞ് സ്ട്രെയിറ്റ് ആക്കി കളയാം. വിരോധമില്ലെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യാടാ. എന്താ? എനിക്ക് 100 വട്ടം സമ്മതം. നല്ല മനസ്സിലുടമയായ നിന്റെ കൂടെ കൂടിയാ. ഇനി എന്തെങ്കിലും കുഴപ്പങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങൾ പോയാലും അല്ല പോകും. എങ്കിൽ നിന്റെ ഈ വണ്ടി ഇവിടെ വെച്ചിട്ടെ ദാ നീ ആ വണ്ടിയിൽ വന്ന് കയറും. അല്ല, അത് ഇനിയൊന്നും ആലോചിക്കണ്ട. ഇതാണ് നമ്മുടെ ആദ്യത്തെ വർക്ക്. വാ, വന്ന് കയറ്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6:45 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.